ഹലോ, ഇന്ന് നമ്മുടെ വെയിൽസിലെ ഡേ 2 ആണ്. നമ്മൾ ആദ്യം തന്നെ പോയത് കനാവൻ കാസിൽ കാണാനാണ്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു കോട്ടയാണ്. നമ്മൾ താഴെ കാർ പാർക്ക് ചെയ്തതിനു ശേഷം നേരെ ഉള്ളിലേക്ക് പോവുക. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടി. ഫാമിലിക്കും അഡൾട്ടിനും ഒക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് ചാർജ്. നമുക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്ലൂ ലൈറ്റ് കാർഡ് ഉള്ളവർക്ക് ബ്ലൂ ലൈറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് ആ ദിവസം തന്നെ ടിക്കറ്റ് എടുക്കാം കേട്ടോ. അങ്ങനെ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുമൊന്നും വേണ്ട, നേരെ അകത്തേക്ക് കയറുക. ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എനിക്ക് ചരിത്രത്തോട് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് അകത്തോട്ടൊക്കെ കയറി നടന്ന് കാണാൻ വേണ്ടി. 1812 നമ്മുടെ കിങ് എഡ്വേർഡ് 1 രാജാവ് വെയിൽസ് കീഴടക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് പണി കഴിപ്പിച്ച് തുടങ്ങിയതാണ് ഈ കോട്ട. പക്ഷെ ഇന്നും ഇതൊരു പണി തീരാത്ത കോട്ടയായിട്ടാണ് നിലകൊള്ളുന്നത്. പല സ്ഥലത്തും പണി തീർന്നിട്ടില്ല. പിന്നെ കയറ്റം ഇറക്കമൊന്നും അത്ര എളുപ്പമല്ല, ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. എന്ന് വെച്ചാൽ കുറച്ച് പ്രായമായവരെ സംബന്ധിച്ച് ഇറങ്ങാൻ ഇച്ചിരി പാടായിരിക്കും. പിന്നെ ഒരേ സമയം ഒരാൾക്ക് മാത്രമേ അകത്തോട്ട് മുകളിലേക്ക് കയറുമ്പോൾ താഴേക്ക് ഒരാൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അവരവിടെ വെയിറ്റ് ചെയ്തിട്ട് മുകളിൽ നിന്ന് ഇറങ്ങാനുള്ളവരും താഴെ നിന്ന് ഇറങ്ങാനുള്ളവരും ഒരേ സമയം അങ്ങനെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം നമ്മൾ ഇറങ്ങാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം ഇറങ്ങാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടോ, ഇതുപോലെ കയറി നിൽക്കണം. അപ്പോൾ അടുത്ത ആൾക്കാർ താഴേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് മുകളിലേക്ക് ബാക്കി കയറിപ്പോവാം. അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. പക്ഷെ സംഭവം ഒരു രക്ഷയില്ല. ഇതൊരു കോട്ട അന്നത്തെ കാലത്ത് ഈ പുറത്തുനിന്നുള്ള ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പണിതാണെങ്കിലും പല സ്ഥലത്തും ഒരു രാജാവിൻ്റെ, അതായത് ഒരു കൊട്ടാരത്തിൻ്റെ റെസംബ്ലൻസ് ഉണ്ട്. പള്ളിമുറിയും അതൊക്കെ അതുപോലെ തന്നെയാണ് തീർത്തേക്കുന്നത്. പിന്നെ ഈ കോട്ടയുടെ ഓരോ കോർണറിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ കോട്ടയുടെ പല ഭാഗം കാണാം. ആ താഴെ കാണുന്നതാണ് മ്യൂസിയം. ഞങ്ങൾ മ്യൂസിയത്തിലൊന്നും കയറിയില്ല, കാരണം മ്യൂസിയത്തിലൊക്കെ കയറുമ്പോൾ ഒത്തിരി സമയം പോകും. അല്ലാതെ തന്നെ കോട്ട ചുറ്റി നടന്ന് കാണാൻ ഒരുപാട് സമയമുണ്ട്. ഇത് ഇൻഡെപ്തായിട്ട് കോട്ട ഫുള്ള് ചുറ്റി നടന്ന് കാണേണ്ടവർക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഫുള്ളെടുത്ത് കാണാൻ തോന്നും. അത്രയ്ക്ക് തന്നെ കാണാനുള്ളതുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഇതിൻ്റെ ഈ വിടവുള്ള സ്ഥലത്തില്ലേ, ഈ മേളിൽ കാണുന്ന ഈ സ്പ്ലിറ്റ്, ഇതിനകത്തൊക്കെ കയറി നിൽക്കുമ്പോൾ നമുക്ക് ഫുള്ള് ആ ഒരു പല സ്ഥലം, ആ ഒരു ടൗൺ ഫുള്ള് തന്നെ വേണമെങ്കിൽ കാണാം. ഒരു പൗണ്ടിന്റെ പേര് കൂടെ ഇട്ടിട്ട് ഇതൊരു 7 വട്ടം കറക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇവരുടെ കാലഘട്ടത്തിൽ ഒരു കോയിൻ ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടോ, ഇത് നമ്മൾ തന്നെ കറക്കി ഉണ്ടാക്കിയെടുത്ത് 7 വട്ടം കറക്കുമ്പോൾ നമുക്ക് തന്നെ പഴയ കാലത്ത് ഒരു കോയിൻ ഉണ്ടാക്കാം. ഇതുണ്ടല്ലോ, ഒരു അൺലീസ് ബ്ലാക്ക്സ്മിത്തിന്റെ ഹാൻഡ്സ് എന്നാണ് പറയുന്നത്. അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൈകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കയ്യിലെ തഴമ്പും ഈ നഖത്തിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടു ഒരു വിരൽ മുറിഞ്ഞിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് 1 രൂപ പോലും കിട്ടാതെ വർഷങ്ങളോളം ഒരു കൊല്ലൻ്റെ കൂടെ നിന്ന് പഠിച്ചാണ് അവർ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ആ ഒരു അവസ്ഥയിൽ, അതായത് ഒരു ആണിയോ ഒരു ചെയിനോ നമ്മൾ കാണുന്ന വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പല സാധനങ്ങളും അവരുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് വർഷം അവരുടെ കൈ ചൂടും തഴമ്പുകളും എല്ലാം എടുത്ത് ഒരു പൈസ പോലും ഇല്ലാതെ നിന്ന് പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് നമ്മൾ കാണുന്ന പല ഇരുമ്പിൻ്റെ സാധനങ്ങൾ അവർ ഫോം ചെയ്തെടുക്കുന്നത്.